അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا. സർവ്വധന്യനായ അധ്യക്ഷൻ ഉമർ നജൂമി ഉസ്താദ്, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായ ഷംസീർ അൽ അസ്ഹരി ഉസ്താദ്, ഇവിടെ പ്രമേയ പ്രഭാഷണം നിർവഹിച്ച പ്രിയങ്കരനായ ബഷീർ അസ്അദി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, പ്രിയങ്കരനായ താഹിർ മിസ്ബാഹി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, SKSSF സംസ്ഥാന വ്യാപകമായും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ചുക്കളി ക്ലസ്റ്റർ സംഘടിപ്പിച്ച ആദർശ വിശദീകരണ സംഗമത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ ഇവിടെ സദീസ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലസ്റ്റർ കമ്മിറ്റി വളരെ ശ്രദ്ധേയമായൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിവിടെ എന്നോട് പ്രിയപ്പെട്ട സംഘാടകരൊക്കെ പറയണ്ടായി, 25 വർഷത്തോളമായി ഇവിടെ പരിപാടികളൊക്കെ നടന്നിട്ട്, പക്ഷെ ഇന്ന് ഈ ക്ലസ്റ്ററിൻ്റെ കീഴിൽ പല ഭാഗത്ത് പ്രോഗ്രാം നടക്കാറുണ്ടെങ്കിലും ഇന്ന് ശ്രദ്ധേയമായൊരു പ്രോഗ്രാമായി ഇവിടെ തന്നെ സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല പരിഹരിക്കട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ആരൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു, അല്ലാഹുവേ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നമുക്ക് നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ കാണുക. ഒരുപാട് സാധാരണക്കാരായ നല്ലവരായ ഒട്ടേറെ ആളുകളുള്ളൊരു സദസ്സാണ്. ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ പങ്കെടുക്കുന്നത് നേരത്തെ ഇവിടെ സദസ്സ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനാ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന രീതിയിൽ കാണാതെ നമുക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ ഇതിനെ കാണുക. നല്ല സദസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അയ്യുന്നാസി ഖൈർ യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് നബി? ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ്? എന്തായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി? അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല അംറുഹു വഹസുന അമലുഹു, ആയുസ് ലഭിക്കുകയും
ആയുസിന്റെ ഇടയിൽ നന്മകൾ ചെയ്യാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുസ് ലഭിച്ചിട്ട് നല്ലതിന്റെ കൂടെ നിൽക്കാൻ കഴിയുക, നല്ല സദസ്സുകളിൽ വന്നിരിക്കാൻ കഴിയുക, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക, നല്ലതിനു വേണ്ടി ശബ്ദിക്കാൻ കഴിയുക, അത് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുക. അൽഹംദുലില്ലാഹ് നമുക്കെല്ലാം ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞു, ഇതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നുള്ളത് അല്ലാഹു നൽകുന്നൊരു ഭാഗ്യമായിട്ട്. വേറെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും. അല്ലാഹു നിങ്ങളുടെ റിസ്ഖുകൾ, അല്ലാഹു നമുക്കുള്ള ഭക്ഷണങ്ങൾ, നമുക്ക് ആവശ്യമായ വസ്തുക്കൾ അല്ലാഹു നമുക്ക് വിഭജിച്ച് നൽകിയതുപോലെ അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങളും അല്ലാഹു നമുക്കിടയിൽ വിഭജിച്ചിട്ടുണ്ട്. പലരെയും അല്ലാഹു സാമ്പത്തികമായിട്ട് വലിയ സമ്പന്നനാക്കി, ചിലരെ വളരെ ദുർബലരാക്കി, അങ്ങനെയൊക്കെ അല്ലാഹു വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വഭാവങ്ങളും അല്ലാഹു തആല നമുക്കിടയിൽ പല രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ട് റസൂൽ പറയാണ്, അല്ലാഹു ദുനിയാവ് കൊടുക്കുമ്പോ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളവനാണോ അല്ലെന്ന് നോക്കൂല, വാരിക്കുരിക്കും. അല്ലെ, യൂസുഫ് അലിക്കും കൊടുക്കുന്നുണ്ട്, അദാനിക്കും കൊടുക്കുന്നുണ്ട്, അംബാനിക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവിടെ അല്ലാഹു നോക്കൂല. എന്നാൽ നല്ല സ്വഭാവം കൊടുക്കുമ്പോഴോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും നല്ല സ്വഭാവം കൊടുക്കുകയാണെങ്കിൽ അത് അല്ലാഹു കൊടുക്കുക ലാ യുഅതി ഇല്ലാ ലിമൻ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. ദുനിയാവ് അല്ലാഹു എല്ലാവർക്കും കൊടുക്കും. അവിടെ അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടോ, അല്ലാഹ്ക്ക് തൃപ്തിയുള്ള ആളാണോ, നിസ്കരിക്കുന്ന ആളാണോ, നോമ്പ് നോക്കുന്ന ആളാണോ, അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടോ എന്നൊന്നും അല്ലാഹു നോക്കില്ല. എന്നാൽ നല്ല കാര്യങ്ങളോട് സഹകരിക്കാനുള്ള മനസ്സ്, നല്ല സദസ്സിൽ വന്നിരിക്കാനുള്ള മനസ്സ്, നല്ലതിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ്, അത് അല്ലാഹു എല്ലാവർക്കും കൊടുക്കൂല. അല്ലാഹു ആരെയാണോ സെലക്ട് ചെയ്തത്, അല്ലാഹു ആരെയാണോ ഇഷ്ടപ്പെട്ടത്, അല്ലാഹു ആരെയാണോ അതിനു വേണ്ടി തെരഞ്ഞെടുത്തത്, അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കിവിടെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞത് ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ കാണുക. അങ്ങനെ തന്നെ കാണുക. ഈ സദസ്സിലൊന്നും ഇരിക്കാൻ കഴിഞ്ഞല്ലോ, ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, വലിയ വലിയ മഹാന്മാർ കാണിച്ചെന്നൊരു പ്രസ്ഥാനം, അവരെല്ലാം എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെയൊന്ന് നിൽക്കാൻ കഴിഞ്ഞു, ആ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരാകാൻ കഴിഞ്ഞു, ആ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളാകാൻ കഴിഞ്ഞു, ആ പ്രസ്ഥാനത്തിനോട് ശബ്ദിക്കുന്നവരാകാൻ കഴിഞ്ഞു, ആ പ്രസ്ഥാനത്തിന്റെ പതാക വാഹകരാകാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് അതിനെ നമ്മൾ കാണുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. മരണസമയം നല്ലവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കനാമയും പറയും, അള്ളാഹു നല്ലവരായി മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴാണ് മരിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞൊരു ദിവസം എൻ്റെ കുടുംബത്തിൽ ഒരു 30 വയസ്സ് 32 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു പയ്യൻ, റിയാസ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ വാപ്പ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഉമ്മ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. ഇവൻ രാവിലെ എണീറ്റ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. വിദേശത്തായിരുന്നു, നാട്ടിൽ വന്ന് വീട്ടിലിങ്ങനെ കഴിയുന്നതിനിടയ്ക്ക് രാവിലെ എണീറ്റു. പെട്ടെന്ന് ചെറിയൊരു അസ്വസ്ഥത, ഹോസ്പിറ്റലിലെത്തിയില്ല, അപ്പോഴേക്കുള്ള മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഇത്രയുള്ളൂ നമ്മുടെയൊക്കെ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ കണ്ടാൽ കണ്ടു, നാളെ കാണുമോ നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഏത് സമയത്തും മരിക്കാം. പക്ഷെ നല്ലൊരു മരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നല്ലൊരു മരണം നോക്ക്. നിങ്ങൾ പൂർവികരുടെ മരണം എന്തൊരു നല്ല മരണമാണ്. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയം തായിഫിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഉംറക്ക് പോയവർക്കറിയാം, ഉംറക്ക് പോയാൽ നമ്മളൊക്കെ തായിഫിലേക്ക് പോകാറുണ്ട്. തായിഫിൽ വലിയൊരു പള്ളിയുണ്ട്, മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്നുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഖബറുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നാണ് വഫാത്താകുന്നത്. വഫാത്താകുന്ന സമയത്ത് ഒരു പക്ഷി ഇങ്ങനെ പെട്ടെന്ന് വരികയാണ്. എവിടുന്നാ വന്നത് ആരും കണ്ടിട്ടില്ല. പെട്ടെന്ന് മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ പക്ഷി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ജനാസന്റെ കൂടെ കിടക്കുകയാണ്. പിന്നീട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ആ പക്ഷി ഖബറിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആർക്കും തടുക്കാൻ കഴിയുന്നില്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, ഖബറിലേക്ക് ജനാസ ഇറക്കുമ്പോൾ കേൾക്കുന്നത് എന്താ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖബറിനുള്ളത് പറയാണ്. അങ്ങനെയൊക്കെ പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യാണത്. എന്താ ഖബറിനുള്ളത് വിളിച്ചു പറയുന്നത്?
യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. ആരാ പറയുന്നത്? ആരാണ് ഓതുന്നത്? ആർക്കും അറിയുന്നില്ല. ഖബറിന്റെ ഒരു ഉളിയാളം കേൾക്കുകയാണ്. അള്ളാഹുവിലേക്ക് ശാന്തമായി എല്ലാ നന്മകളും ചെയ്ത് നല്ല മനസ്സിന്റെ ഉടമയായി വന്ന ഓ പരിശുദ്ധമായ ശരീരമേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നിങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനായിട്ട് അള്ളാഹുലേക്ക് മടങ്ങുക. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. നിങ്ങൾ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക, എൻ്റെ സാലിഹീങ്ങളെ കൂട്ടത്തിൽ പ്രവേശിക്കുക. ഇത് ഖബറിന് ഇങ്ങോട്ട് പറയുകയാണ്. എത്ര നല്ലൊരു മരണമാണത്. അള്ളാഹുവെ, മരണം ഖൈറാകുമ്പോൾ നല്ലൊരു മരണം, ആ നല്ലൊരു മരണത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് അങ്ങനെ മരിച്ചത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മരണം കണ്ടില്ലേ? സുബ്ഹിയോടടുത്ത സമയം തന്റെ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, തന്റെ വീട്ടിലെ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരണം. ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊടുത്തു. ഒതുണ്ടാക്കി വസല്ലാ റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ പറഞ്ഞു, അലൈക ബിൽ കഫൻ, കഫൻ തുണി കൊണ്ടുവരണം. കഫൻ തുണി കൊണ്ടുവന്നു. കഫൻ തുണിയിൽ തുരുതുരാ ചുംബിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ വിളിക്കതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞ് കിബിലയിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. ഈ ലോകത്തോട് വിട പറയുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. എത്ര നല്ല മരണം! ഇതല്ലേ നമ്മൾ കൊതിക്കേണ്ടത്? ഇതല്ലേ നമ്മൾ കൊതിക്കേണ്ടത്? എന്നാൽ നല്ല മരണം കിട്ടുള്ള മാർഗം എന്താ? നല്ല മരണം കിട്ടുള്ള മാർഗം എന്താ? അതിന് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം, ആദർശം ശരിയായിരിക്കണം. ആദർശം ശരിയാകാതെ നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ സാഹിബി ബിദ്അ. ഒരാൾ ബിദ്അത്തിൽ പെട്ടുപോയാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന്റെ അമലുകൾ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വസിയാമഹു വഹജ്ജഹു, അവന്റെ നോമ്പോ നിസ്കാരമോ ഹജ്ജോ സക്കാത്തോ ഒന്നും സ്വീകരിക്കില്ല. ബൈത്തു സക്കാത്തല്ല, ഞാൻ അതിന്റെ അപ്പുറം എന്ത് സക്കാത്ത് എടുത്തിട്ടും കാര്യമില്ല, അല്ലാഹു സ്വീകരിക്കൂല. ഇത് നമ്മൾ പറയല്ല. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിത് ഗൗരവത്തോടെ കാണണം. ഇതൊരു സംഘടനാ വിഷയമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഒരു സംഘടനാ പ്രശ്നമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൂർവികർ പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതിനൊരിക്കലും ഒരു വിഭാഗീയതായിട്ട് നിങ്ങൾ കാണരുത്. സത്യസന്ധമായിക്കൊണ്ട് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ഇതിന്റെ പാരമ്പര്യം ഇവിടെ നേരത്തെ പറയേണ്ട, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. മഹാന്മാര് പറയുകയാണ്, നല്ലൊരു മരണം കിട്ടണമെങ്കിൽ, ആഖിബത്ത് നന്നാകണമെങ്കിൽ, ഇല്ലാ ലിമൻ ഇസ്തഖാ. മഹാന്മാർ പറയുന്നു, അവൻ ഇസ്തിഖാമത്തിൽ കഴിയണം. അവന്റെ ജീവിത വിശുദ്ധി, ആദർശ വിശുദ്ധിയിലൂടെ കഴിയുമ്പോൾ മാത്രമാണ് അവന്റെ ആഖിബത്ത് നന്നാവുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ത് നല്ല മരണമാണ്! KT മാനു മുസ്ലിയാര് എന്ത് നല്ല മരണമാണ്! MM മുഹ്യിദ്ദീൻ മുസ്ലിയാര് എന്ത് നല്ല മരണമാണ്! ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ എത്ര ആലിമീങ്ങൾ, എത്ര സാദാത്യങ്ങൾ, എത്ര ആളുകളെ എണ്ണി പറയാൻ കഴിയും. അവരുടെയൊക്കെ മരണം എത്ര നല്ല മരണമാണ്! ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് എത്ര നല്ല മരണമായിരുന്നു! മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എത്ര നല്ല മരണമായിരുന്നു! ഇന്ദരകളിൽ കഴിഞ്ഞുപോയ നമ്മുടെ സയ്യിദന്മാരെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ദരകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ ഉമറാക്കളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഈ വിശ്വാസവും ഈ ആദർശവും ശരിയായി ജീവിച്ചു പോയ ആളുകൾ എത്ര നല്ല മരണമായിരുന്നു! അതുകൊണ്ടാണ് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരാൾ ബിദ്അത്തിൽ പെട്ടുപോയാൽ, ഒരു പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ, അവന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ നോമ്പ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ സക്കാത്ത് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. പിന്നെന്തിനാ നമ്മൾ ആ പ്രസ്ഥാനത്തിൽ കൂടിയിട്ട് എന്ത് കാര്യം നമുക്കുള്ളത്? നാട്ടിൽ വല്ല സ്ഥാനം കിട്ടിയേക്കാം, ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പണി അവർ ഏറ്റെടുത്തേക്കാം, വീട്ടിലേക്ക് ചിലപ്പോൾ ആഴ്ചയിൽ 2 കിലോ ഇറച്ചി ഫ്രീ ആയിട്ട് എത്തിച്ചേന്നേക്കാം, അതൊക്കെ ഉണ്ടായേക്കാം. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇറച്ചി കിട്ടലോ അരി കിട്ടലോ വീട് റെഡിയാക്കലോ അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു തരുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ലക്ഷ്യം
പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ആക്കിബത്ത് നന്നാവണം. ആക്കിബത്ത് നന്നാകണമെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നു അവൻ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലൂടെ ജീവിക്കണം. ഇനി നാളെ പരലോക രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂര്യൻ ചൂടുതുപ്പുന്ന രംഗം, സൂര്യൻ ചൂടുതുപ്പിക്കൊണ്ടിരിക്കുന്ന രംഗം, സൂര്യന്റെ ചൂടേറ്റ് മനുഷ്യന്മാർ ഞെട്ടോട്ടമോടുന്ന രംഗം. മനുഷ്യന്മാർ ഓടിപ്പോകുന്ന, ബാപ്പാക്ക് മോനെ വേണ്ട, മോൻക്ക് ബാപ്പാനെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട, ആർക്കും ആരെയും വേണ്ട, എല്ലാവരും ഞെട്ടോട്ടമോടുന്ന രംഗം. സൂര്യന്റെ ചൂടേറ്റ് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അതിഭയാനകരമായ രംഗം. മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടും തന്നെ പൂർണ്ണ നഗ്നരായിട്ട്, ചെരുപ്പ് പോലും ധരിക്കാൻ സമ്മതിക്കാതെ അതികഠിനമായ ചൂടുള്ള തറയിൽ അതികഠിനമായ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് കഴിയുന്ന രംഗം. ആ സമയത്ത് നമ്മൾ ദാഹിച്ചവശരായിട്ട് ഓടുന്ന രംഗമുണ്ട്. എവിടേക്കോടും ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നു. അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാരിക്കൊടുക്കുന്നു. الشفاعة هب لنا في القيامة مشفقا وألنا الله يا سيدي خير النبي الصلاة على النبي الشفيع الأبتهي. അവിടുത്തെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ തിരുകരങ്ങളെ കൊണ്ട് ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബി അങ്ങേക്ക് ഹൗദുൽ കൗസർ നൽകിയില്ലേ. ഒരുപാട് കൗസറുകൾ എന്തൊക്കെയാണ്, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൗദുൽ കൗസർ. ഹൗദുൽ കൗസർ നൽകിയില്ലേ. ആ ഹൗദുൽ കൗസറിന്റെ പ്രത്യേകത എന്താ? അഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്, പാലിനേക്കാൾ വെളുത്തതാണ്. ആ ഹൗദുൽ കൗസറിന് വെള്ളം കൊടുക്കുന്ന രംഗം, അത് കുടിക്കാൻ വേണ്ടി നമ്മളെ കാർത്തിയോടെ ചെല്ലുമ്പോൾ നമ്മളെങ്ങാനും പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പുത്തൻ പ്രസ്ഥാനക്കാർ അവർ മുത്തുനബിയുടെ അടുക്കലേക്ക് ഹൗദുൽ കൗസറിലെ വെള്ളത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്ന സമയത്ത് പുണ്യനബി പറയുന്ന ഒരു വാക്കുണ്ട്, സുഹ്ഖൻ സുഹ്ഖാ, നിനക്ക് വെള്ളമില്ലടാ, നീ പോടാ, നിനക്ക് വെള്ളം തരില്ല. പിന്നെ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ദുനിയാവിൽ നമ്മൾ വിദേഹത്തിന്റെ കൂടെ കൂടി എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നാളെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുത്തൻ ആശയക്കാരെ ആട്ടിയോടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും സമസ്ത യോഗം കൂടി തീരുമാനിച്ച കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. സംസ്ഥന്റെ ഏതെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ച കാര്യമല്ല ഈ പറയുന്നത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഗൗരവത്തോടെ കാണാറില്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹ്ശറയിലെ കഠിനമായ അവസ്ഥയിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും പുണ്യനബിയുടെ അടുക്കൽ ചെന്ന് ഷഫാഅത്തിന് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ വീഴുമാണ്. സുജൂദിൽ വീണുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ. അപ്പോഴാണ് അള്ളാഹു പറയുന്ന, നബിയെ അങ്ങ് തല ഉയർത്തു നബിയെ, ചോദിക്കൂ നബിയെ, ചോദിക്കുന്നതിനൊക്കെ ഉത്തരം നൽകാം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഷഫാഅത്ത് ചെയ്യുന്ന രംഗമുണ്ട്. പക്ഷേ ആ ഷഫാഅത്തിന്റെ ഘട്ടത്തിൽ ഹല്ലത്ത് ഷഫാഅത്തി ഇല്ലാ ലിസാഹിബി ബിദ്അഹ്, ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷഫാഅത്ത് കിട്ടില്ലെന്നാണ്, മുത്തുനബിയുടെ റെക്കമെൻഡ് അവർക്ക് ലഭിക്കില്ലെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പലരും മനസ്സിലാക്കുന്ന മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സമസ്ത, ഇതൊക്കെ കുറേ സംഘടനകൾ, പല സംഘടനകൾ കൂട്ടത്തിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാം. അങ്ങനെയല്ല, അങ്ങനെയുള്ള മനസ്സിലാക്കി പോകരുത്. സമസ്തയുടെ സംഘടനയായിട്ട് നിങ്ങൾ കാണരുത്. ഇത് വിശുദ്ധമായ ആശയത്തിൻ്റെ പ്രതിരൂപം മാത്രമാണ്. സംഘടന ആവശ്യമായതുകൊണ്ട് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. അത് മാത്രമാണ് സമസ്ത ജമിയത്തുൽ ഉലമ. അതിലും വലുത് ഇതിൻ്റെ ആശയമാണ്. ഇത് പ്രതിനിധാനം ചെയ്യുന്ന ഈ പ്രക്ഷുബ്ധമായ ആശയമാണ് നമുക്ക് ഓരോരുത്തർ കാണേണ്ടത്. എന്നാൽ മുജാഹിദ് അങ്ങനെയല്ല, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല, തബ്ലീഗ് ജമാഅത്ത് അങ്ങനെയല്ല. അവർ പുത്തൻ പ്രസ്ഥാനക്കാരാണ്. ഹിജ്റ 1111 നജ്ദിൽ ഭൂജാതനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയതാണ്.
മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്ന് റഷീദ് റിളയിലൂടെ, ജമാലുദ്ദീൻ അഫ്ഗാനിലൂടെ, മുഹമ്മദ് അബ്ദുവിലൂടെ കേരളത്തിലേക്ക് പ്രസ്ഥാനം എത്തിച്ചേരുകയും കേരളത്തിൽ KM മൂലയും വക്കം മൂലയും കൂടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഐക്യസംഘം, നിഷ്പക്ഷ സംഘം. പിന്നീട് ഇസ്ലാഹികളായി 1950-കൾക്ക് ശേഷം കേരള നദ്വത്തുൽ മുജാഹിദായി ഇപ്പോൾ വിവിധ ഗ്രൂപ്പുകളായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്, അവരന്ന് എന്താ പറഞ്ഞ ഒന്നും ഇന്ന് പറയണില്ലല്ലോ. 1920-കളിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് എന്തായിരുന്നോ തൗഹീദെങ്കിൽ ആ തൗഹീദ് ഇന്ന് ഷിർക്കാ. അന്ന് അവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഇന്ന് ബിദ്അത്താണ്, അന്ന് ബിദ്അത്തായ കാര്യങ്ങൾ ഇന്ന് സുന്നത്താണ്, അന്ന് ഷിർക്കായ കാര്യങ്ങൾ ഇന്ന് തൗഹീദാണ്. ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ കൂടാ. ഇത് മൊബൈലല്ലോ അപ്ഡേറ്റ് ചെയ്യാൻ. മൊബൈലിൽ നമ്മൾ ആപ്പുകൾ കയറ്റി കഴിഞ്ഞാൽ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇന്നലത്തെ അല്ല ഇന്നുണ്ടാവുക, അത് മാറ്റം വരുത്തണം. തൗഹീദ് ഇങ്ങനെ മാറ്റാൻ പറ്റൂലല്ലോ. തൗഹീദ് ആദം നബി എന്ത് തൗഹീദാണോ പഠിപ്പിച്ചത്, അൽ അംബിയാ കുല്ലുഹും. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിൽ കാണാം, അംബിയാക്കന്മാരോടൊക്കെ തൗഹീദ് ഒന്നാണ്. തൗഹീദിന് വ്യത്യാസം ഉണ്ടാവില്ല. ആദം നബിയുടെ തൗഹീദ് തന്നെയാണ് മൂസാ നബിയുടേതും ഇബ്രാഹിം നബിയുടേതും ഈസാ നബിയുടെയും മുത്തു നബിയുടെയും. എല്ലാവരും തൗഹീദ് എന്നോ തൗഹീദിന് മാറാൻ പാടില്ല. പക്ഷെ ഇവർക്കോ 1921 ഒരു തൗഹീദാണെങ്കിൽ 26 വേറെയാണ്, 50 വേറെയാണ്, 2002 വേറെയാണ്, 2025 ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ നബിദിനാഘോഷം 1920-കളിൽ 22-കളിൽ 26-കളിൽ 30-കളിൽ നബിദിനാഘോഷത്തെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇവരുടെ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുന്നത് KM മൗലവി പുസ്തകങ്ങളിൽ കാണാം, നബിദിനാഘോഷം പുണ്യമുള്ള അമലാണെന്ന്. നബിദിനം ആഘോഷിക്കണം എന്നാ പറയണത്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആനന്ദ തുല്യരായി ഭവിക്കുന്നു. അതിനുള്ള കാരണം എന്താ? ഇതൊക്കെ ആ പുസ്തകത്തിൽ ഉദ്ധരണി ഞാൻ അങ്ങനെ വായിക്കുകയാണ്. നബിദിനാഘോഷം പുണ്യമാണ്, അത് ആഘോഷിക്കണം, മുസ്ലിമുകൾക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ KM മൗലവി പറയുന്നു, നബിദിനാഘോഷം പുണ്യമാണ്, അത് പുണ്യമുള്ള കാര്യമാണ്. ഇപ്പൊ പറയണെന്താ? നബിദിനാഘോഷം ബിദ്അത്താണ്, നബിദിനാഘോഷം പൈശാചികമാണ്, നബിദിനാഘോഷം ഷിർക്കാണ്. ഒരു മൗലവി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നബിദിനാഘോഷത്തെക്കാൾ നല്ലത് മോഷണം നടത്തലാണ്. നമ്മളെ റബീഉൽ അവ്വൽ 12 നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുമ്പോൾ, അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ ഇവർ പറയുന്ന അതിനേക്കാൾ നല്ല തൊട്ട വീട്ടിൽ പോയിട്ട് ആ വീടുകളൊക്കെ അടച്ചുപൂട്ടി സുന്നികൾ പരിപാടിക്ക് പോയിട്ടുണ്ടാവും, അത് പൊളിച്ചെടുത്തിട്ട് അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കലാണ് നല്ലത്. ഇതിന് നമ്മൾ കൂടണോ? ഇതിന്റെ പിന്നാലെ നമ്മൾ പോകണോ? നിങ്ങൾ ആലോചിച്ച് എങ്ങനെ അന്ന് സുന്നത്തായ കാര്യം ഇന്ന് ബിദ്അത്തായത്? ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തിന്റെ പ്രത്യേകത. സമസ്തക്കൊരു മാറ്റമില്ലല്ലോ. അതിന് പഴഞ്ചൻ എല്ലാവരും വിളിച്ചോട്ടെ, യാഥാസ്ഥികരെന്ന് പറഞ്ഞോട്ടെ, അതൊക്കെ പറഞ്ഞോട്ടെ. അതാണ് സമസ്തയുടെ പ്രത്യേകത. അന്ന് എന്തേ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും സമസ്തക്ക് പറയാനുള്ളത്. മാറ്റില്ല. കാരണം അള്ളാഹിന്റെ ദീന് മാറാൻ പറ്റൂലല്ലോ. കാലങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ലോ അള്ളാഹുവിന്റെ ദീൻ. ഇനി നോക്ക്, നിങ്ങൾ ഒന്നല്ല എത്ര കാര്യങ്ങൾ. ഇപ്പൊ തറാവീഹ്, ഇപ്പൊ റമദാനായി കഴിഞ്ഞാൽ തറാവീഹ്. പണ്ട് ഇവരുടെ വാദം എന്തായിരുന്നു? 1920-കളിൽ 25-കളിൽ 30-കളിൽ 40-കളിൽ 50-കളിൽ 60-കളിൽ ഒക്കെ തറാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? തറാവീഹ് 20 റക്അത്താണ്, റമദാനിൽ മാത്രമുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ്. പിന്നെ പറഞ്ഞെന്താ? കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തറാവീഹ് 20-ഇല്ല 8 ഉള്ളൂ. തറാവീഹ് 8-ഉം വിത്തറും 3-ഉം കൂടി 11 റക്അത്ത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ? തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. അങ്ങനെ ഇടക്കാലത്തുണ്ടായ വാദം. തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്തർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമുർ റമദാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെയാണ്, പേര് വ്യത്യസ്തമുള്ളൂ. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു കുട്ടി ഉമ്മാനോടൊരു ഉമ്മ, എൻ്റെ അമ്മാവും വരുന്നുണ്ട്, ബാപ്പാന്റെ അളിയൻ വരുന്നുണ്ട്, അയലൊക്കത്തെ മാമാക്ക് വരുന്നുണ്ട്, ഉമ്മ ചായ ഉണ്ടാക്കും. ഉമ്മ പോയിട്ട് 4 ചായ ഉണ്ടാക്കി. കാരണം മോൻ പറഞ്ഞെന്താ? അമ്മാവൻ വരുന്നുണ്ട്, ഉമ്മാന്റെ ആങ്ങളെ വരുന്നുണ്ട്, ബാപ്പാന്റെ അളിയൻ വരുന്നുണ്ട്, അയലൊക്കത്തെ മയമാക്ക് വരുന്നുണ്ട്. ഉമ്മ 4 ചായ ഉണ്ടാക്കി കൊടുന്ന് വെച്ച് നോക്കുമ്പോ ആകെ ഒരാളുള്ള. ഉമ്മ ചോദിച്ചു, എവിടാ ബാക്കി 3 പേര്? അപ്പം പറഞ്ഞു, ഉമ്മ ഞാനെന്താ പറഞ്ഞത്? ഉപ്പാന്റെ അളിയൻ ഇതായിരിക്കുന്നു, നിങ്ങളെ ആങ്ങള സഹോദരൻ ഇതായിരിക്കുന്നു,
എൻ്റെ അമ്മാവൻ ഇതായിരിക്കുന്നു, ഇതന്നല്ലേ നമ്മുടെ അയലോകത്തെ മയമാക്കി, ഇതൊക്കെ ഒന്നല്ലേ. ഇതേപോലെയാണ് ഇപ്പൊ മുജാഹിദ് പറയുന്നത്. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്തർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമുർ റമദാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് ഒരു വെടിക്ക് എത്ര പക്ഷികളാ വീണത്, എത്ര ഇബാദത്തില്ലാതായത്. ഇതെല്ലാം വ്യത്യസ്ത ഇബാദത്തുകളല്ലേ. തറാവീഹ് 20 റക്അത്ത് അത് വേറെ, വിത്തർ കൂടിയാൽ 11 ചുരുങ്ങിയാൽ 1 അത് വേറെ, ഖിയാമുൽ ലൈൽ അത് എത്രയും ആവാം, തഹജ്ജുദ് എന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അത് എത്രയും ആവാം. ഇതെല്ലാം കൂട്ടി ഒന്നാക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു എല്ലാം കൂടി ആകെ ഏറി വന്നാൽ 11 റക്അത്ത് അതിനപ്പുറം നിസ്കരിക്കാൻ പാടില്ല, ബിദ്അത്താണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സക്കരിയ സലാഹി നേതൃത്വം നൽകിയ ഗ്രൂപ്പുകാർ പറയുന്നു അങ്ങനെ ബിദ്അത്താണ്, പറഞ്ഞുകൂടാ, 11 വേണമെങ്കിൽ ആവാം. നമ്മുടെ ഏതിന്റെ പിന്നാലെ കൂടെ നിങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഇബാദത്തുകൾ, ഇവരുടെ തൗഹീദുകൾ, ഇവരുടെ ശിർക്കുകൾ എല്ലാം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒന്നാണെങ്കിൽ ഇന്ന് വേറൊന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് മാറ്റങ്ങളില്ല. കാരണം സമസ്തയായിട്ടൊരു വിഷയം തീരുമാനിക്കാറില്ല. സമസ്ത ഒരു തീരുമാനം പറയുമ്പോൾ പൂർവികർ എന്ത് പറഞ്ഞു നോക്കും, അതാണ് സമസ്ത പറയുക. അതുകൊണ്ടാണ് സമസ്ത വയ്ക്കാത്തത്. സമസ്തന്റെ ആലിമീയങ്ങൾ കൂടിയിട്ട് അവരിഷ്ടത്തിനൊരു തീരുമാനം പറയാറില്ല. പൂർവികർ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു, മഹാന്മാരായ അയിമ്മത്ത് എന്ത് പറഞ്ഞു, അത് നോക്കിയിട്ടാണ് സമസ്ത പറയുക. അതുകൊണ്ട് തീരുമാനങ്ങളിൽ പിഴക്കാറില്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയല്ല, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. ഇനി ഖുതുബയുടെ ഭാഷ. ഖുതുബയുടെ ഭാഷ എന്തായിരുന്നു? ആദ്യകാല വഹാബികളുടെ വാദം എന്തായിരുന്നു? നിങ്ങൾ പഴയകാല വഹാബികളെ വസ്തു നോക്കൂ. നിങ്ങൾ ജനാബ് കെ മൗലവി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ ജന്മം നൽകിയ സാക്ഷാൽ കെ മൗലവി, അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസ്ക് വെച്ച് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അതെന്താ പറയുന്നത്? വലാകിൻ ഹൗന ശൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജ്ദ് ഫീ കുതുബിൻ മിനൽ കിതാബ്. കെ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, അറബി പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, വലാകിൻ ഹൗന ശൈഉൻ ആഖർ, ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, യംബഗിൽ ഇൽതിഫാതു ഇലൈഹി, എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. എന്താ അദ്ദേഹം പറയുന്നു? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസഹാബത സഹാബത്ത്, വത്താബിഈൻ താബിഈങ്ങൾ, വത്താബിഈൻ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ, അവരാരെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുത്ബ ഓതുന്ന സമയത്ത് അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. ആരാ പറയുന്നത്? കെ മൗലവി. അള്ളാഹു റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ല, സഹാബത്ത് ഓതിയിട്ടില്ല, താബിഈങ്ങൾ ഓതിയിട്ടില്ല, തബഉ താബിഈങ്ങൾ ഓതിയിട്ടില്ല. പൂർവികരാരും തന്നെ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും അത് സ്വീകരിക്കലേ വേണ്ടത്. നോക്കൂ നിങ്ങൾ, സഹാബത്ത് കേരളത്തിലേക്ക് വന്നില്ലേ? പള്ളി ഉണ്ടാക്കിയില്ലേ? കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി, കാസർഗോഡ് പള്ളി ഉണ്ടാക്കി, മാടായി പള്ളി ഉണ്ടാക്കിയില്ലേ? മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലെ പള്ളി മാടായി പള്ളി. മക്കത്തെ പള്ളിനെ പോലെ ഒപ്പിച്ചുണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും സഹാബി, കേരളത്തിലെന്ന് വേണ്ട, ലോകത്തെവിടെയെങ്കിലും സഹാബി, ഞാൻ എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കാരന്റെ വിഷയത്തിൽ, ലോകത്തേതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു പള്ളി, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ ഓദ്യം തെളിയിച്ചാൽ അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു സഹാബി ഇല്ല. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. നബിയോ സഹാബത്തോ താബിയങ്ങളോ തബൂ താബിയങ്ങളോ ഹീനമാ യഖ്തുബൂന ഖുതുബത്തുൽ മശ്റൂഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ ഓതുന്ന സമയത്ത് അവരാരും തന്നെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടേ ഇല്ല. ഇത് ആരാ പറയുന്നത്? കെ മൗലവി. എന്നിട്ട് കെ മൗലവി വീണ്ടും പറയുന്നു, വഅയ്ലൻ അന്നൽ അറബിയ്യത ലുഗത്തുൽ ഇസ്ലാം, അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്. കെ മൗലവി പറയാ. എങ്ങനത്തെ ഭാഷയാണ്? അൽ വാജിബത്തു നശ്റു അലൽ മുസ്ലിമീൻ, അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയല്ലേ. ഫലി അജ്ലി ഹാദിഹിൽ ഉസൂൽ, ഈ അടിസ്ഥാന തത്വം ഉണ്ടായതിനു വേണ്ടി നമ്മൾ പറയട്ടെ, നഖൂലു അന്നൽ ഖുതുബത അർകാനഹ വതവാബിഅഹ കുല്ലഹാ ബിൽ അറബിയ, ഖുതുബ അതിന്റെ അർക്കാനുകളും അനുബന്ധങ്ങളും ഒക്കെ അറബി ഭാഷയിലായിരിക്കണം. ഇത് പറയുന്ന ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്
സലഫി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ മരിക്കുന്നതുവരെയുള്ള പ്രസിഡന്റ് ആയിരുന്ന ജനാബ് കെ മൗലവി. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ? ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ പ്രസംഗിച്ചെന്താ? ഖുത്ബ മലയാളത്തിൽ ഓതിയില്ലെങ്കിൽ ശരിയാവൂല എന്നാ പറഞ്ഞത്. അത് പറയുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഹറമിലെ ഇമാമിനെ കൊടുന്നുകൊണ്ട് കൊച്ചിയിലെ പള്ളിയിലല്ല ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ജുമ നടത്തി. അദ്ദേഹം അറബിയിലെ ഖുത്ബ ഓതിയത്. അപ്പോഴോ ആ ഖുത്ബാത്തിലായില്ലേ? അപ്പൊ ഖുത്ബാത്തിലായില്ലേ? അല്ലെങ്കിൽ ഇവിടെ പരിഭാഷപ്പെടുത്തണ്ടേ? അതുണ്ടായതില്ല. അവർക്ക് ഇതിരുന്നു ഒരു വിശ്വാസമില്ല. എന്തുമാവാം, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് കണ്ടതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളും നിസ്കരിക്കേണ്ടത്. വകാന യഖ്തുബു ബിൽ അറബിയ. അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ ഖുത്ബ ഓതി, അറബിയിലായിരുന്നു നിസ്കരിച്ചത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാമിയങ്ങൾ പറയുന്നത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നു ഖുത്ബ അറബിയിലായിരിക്കണം. ഇത് ഇമാമിങ്ങൾ എഴുതി വെച്ചു, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇവരുടെ നേതാക്കന്മാർ പഴയ കാലത്ത് എഴുതി വെച്ചു അറബിയിലായിരിക്കണം. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇപ്പൊ വന്നിട്ട് പറയാം ഖുത്ബ പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, ആ മലയാളത്തിൽ ഓതണ്ടേ. കേട്ടാ നമുക്ക് തോന്നുന്നു ശരി തന്നെയാണ്, ഖുത്ബ പറഞ്ഞ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, പ്രസംഗം തിരിയണ്ടേ. ഇപ്പൊ ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് ആരും അറിയാത്തൊരു ഭാഷയിൽ വല്ല തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഭാഷയിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയില്ല എന്തിനാ അയാളെ കൊണ്ടുവന്നത്? അപ്പോൾ പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, ഇതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ കേട്ട നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർ അത് പറഞ്ഞത് എന്തെങ്കിലും കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഖുത്ബ എന്ന് പറഞ്ഞാൽ കേവലം പ്രസംഗമല്ല. അവിടെയാണ് പ്രശ്നം. ഇവര് വളച്ചൊടിച്ചതാണ്. ഖുത്ബയെ കേവലം ഒരു പ്രസംഗമാക്കി, പ്രസംഗമല്ല. ഇമാമിയങ്ങളൊക്കെ പറഞ്ഞെന്താ ഖുത്ബ അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങൾ പറഞ്ഞെന്താ ലിഅന്നഹാ ഇബാദ. ഖുത്ബ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനയാണ്. ആരാധനയുടെ മാനദണ്ഡം എന്താ? ഇത്തിബാ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്, എങ്ങനെയാ സഹാബത്ത് ചെയ്തത്, എങ്ങനെയാ താബീങ്ങൾ ചെയ്തത്, എങ്ങനെയാ തബഉ താബീങ്ങൾ ചെയ്തത്. പ്രസംഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രസംഗം എപ്പോഴും നടത്തിക്കൂടെ? പ്രസംഗത്തിന് സമയമുണ്ട്. ഇപ്പോ നമ്മൾ ഇന്നിവിടെ പ്രസംഗം വെച്ചു. ഞാൻ ഒരു ഉച്ചക്ക് വിളിച്ചിട്ട് പറയാണ്, ഇവിടുത്തെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിന്ന് വരാൻ പ്രയാസമുണ്ട്, നിങ്ങൾ പരിപാടി ഒന്ന് മാറ്റി വെക്കണം. കുഴപ്പമില്ല, ഒരു ആയിക്കോട്ടെ, മാറ്റാം, പ്രശ്നമൊന്നുമില്ല. നാളെ കഴിവുണ്ടോ? നാളെ മാറ്റാം. എന്നാൽ പള്ളിയിൽ ഖത്തീബ് സാ വിളിച്ചിട്ട് പറയാണ്, വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് ഇന്ന് കുറച്ച് തിരക്കുണ്ട്, ഞാൻ നാളെ വരാം, ഖുത്ബ നമുക്ക് നാളെ ആക്കാം. പറ്റൂല. ളുഹുർ പോയിട്ട് അസർക്കാക്കാൻ പറ്റുമോ? മാറ്റാൻ പറ്റൂലല്ലോ. പ്രസംഗോ എപ്പോഴും മാറ്റാം. ഈ പ്രസംഗം ക്യാൻസൽ ചെയ്യാം, കുഴപ്പമുണ്ട്, ഒരു പ്രശ്നമില്ല. ഖുത്ബ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഖുത്ബ ഓതുന്ന ആള് ഇസ്ലാം പറയുന്നു ആണായിരിക്കണം. പെണ്ണ് ഖുത്ബ ഓതിയാൽ ശരിയാവൂല. മുജാഹിദ് സമ്മതിക്കുന്നുണ്ടല്ലോ. മുജാഹിദ് ഒറ്റ പള്ളിയിലും വലിയ സമത്വം പറയുന്ന ആൾക്കാരാ. ഏതെങ്കിലും മുജാഹിദ് പള്ളിയിൽ പെണ്ണ് ഖുത്ബ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ പെണ്ണ് ഖുത്ബ ഓതി. ആമിന വദൂദ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ഖുത്ബ ഓതി. ആമിന വദൂദ്. അതിനൊരു കേരളത്തിലെ ലേഖനം എഴുതി ആര്? നമ്മളല്ല. നമ്മൾ എഴുതുന്നതിന് മുമ്പ് എഴുതി ആര്? ഈ പറയുന്ന ആളുകൾ എഴുതി. ആ ഖുത്ബ ശരിയല്ല. എന്തേ? പ്രസംഗം പെണ്ണ് പ്രസംഗിച്ചാൽ ശരിയാവൂലേ? എത്ര പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്? ആരെല്ലാം പറയാറുണ്ട്. സോണിയാഗാന്ധി ഒന്ന് പ്രസംഗിച്ചിട്ട് ആരെല്ലാം പറഞ്ഞു ആ പ്രസംഗം ശരിയല്ല. എന്തേ? സോണിയാഗാന്ധി പെണ്ണാണ്. ആരും പറയാറില്ല. അറിയില്ലല്ലോ. അഞ്ഞ് ഏത് പാർട്ടിയാവട്ടെ ആരും അറിയില്ലല്ലോ. എന്നാൽ ഖുത്ബയെ പെണ്ണോതിയാൽ സഹിയാകില്ല. ഖുത്ബയും പ്രസംഗം ഒരുപോലെയല്ല. ഖുത്ബക്ക് ഒതുകൊണ്ടായിരിക്കണം, പ്രസംഗത്തിന് ഒതുവാണോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി ഒന്ന് പ്രസംഗിച്ചു, ആരെല്ലാം പറയാ പ്രസംഗം ശരിയല്ല, ഇവർക്ക് ഒതുമില്ല. ആരും പറയില്ലല്ലോ. അല്ലെങ്കിൽ വി ഡി സതീശൻ ഒന്ന് പ്രസംഗിച്ചു, ഒതുമില്ല. ആരെങ്കിലും പറയോ പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം ശരിയല്ല, അദ്ദേഹത്തിന് ഒതുമില്ല? പള്ളിക്കത്തെ ഉസ്താദ് ഖുത്ബ ഓതി ഒതുമില്ലാതെ ശരിയാവൂ? ഖുത്ബ കേവലം ഒരു പ്രസംഗമല്ല. ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ആദ്യം അതാ പറയാ ഖുത്ബ പറഞ്ഞാൽ പ്രസംഗമാണ്, എന്നിട്ട് പിന്നെ പറയും പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, അതുകൊണ്ട് മലയാളത്തിൽ ഓതണ്ടേ. ആര് പറഞ്ഞു ഖുത്ബ കേവലം പ്രസംഗമാണെന്ന്? ഖുത്ബയെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞ വാക്ക് അത് ആരാധനയാണ്. കൽ അദാനി, ബാങ്ക് പോലെ, വ തക്ബീറത്തുൽ ഇഹ്റാം പോലെ, വ തശഹുദി അത്തഹിയാത്ത് പോലെ അതൊരു ആരാധനയാണ്. ലിഅന്നഹു സിക്റും മഫ്റൂ. ഇമാമിങ്ങൾ അങ്ങനെ എഴുതി വെച്ചത്.
അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു ലിമാ ജറ അലൈഹി അമറുന്നാസ്, എങ്ങനെയാണോ പൂർവികരൊക്കെ ചെയ്തു പോകുന്നത് അങ്ങനെ ചെയ്യണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇവർ പറഞ്ഞു അല്ല, ഖുത്ബ പറഞ്ഞ പ്രസംഗമാണ്. എന്നാ പിന്നെ ഖുത്ബ മാത്രം മാറ്റിയ പോരാ, ബാങ്ക് മാറ്റണ്ടേ? ബാങ്ക് എന്താ? ബാങ്കർ ക്ഷണിക്കല്ലേ, ക്ഷണം തിരിയണ്ടേ? നമ്മളൊരാളെ കല്യാണത്തിനൊന്ന് ക്ഷണിക്കാൻ നമ്മൾ വീട്ടിൽ നിന്നിട്ട് എങ്ങനെ ക്ഷണിക്കണത്? നമുക്കറിയാത്തൊരു ഭാഷയിൽ ഒന്ന് നമ്മൾ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ ക്ഷണം നമ്മൾ സ്വീകരിക്കും. ആ ബാങ്കും തിരിയണ്ടേ? ബാങ്കും കൊടുക്കാൻ മലയാളത്തിൽ കൊടുക്കുക. നമ്മളെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വഹാബി പള്ളിയിൽ നിന്ന് പടച്ചവൻ വലിയവനാണ് പടച്ചവൻ വലിയവനാണ് കൊടുക്കണ്ടില്ലേ? പണ്ട് ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കറാച്ചിയിലാണ്, ഇവിടെ വടകര, ഇവിടെ വടകര കറാച്ചിയല്ലേ, കറാച്ചിയില്ല. അവിടെ പ്രശ്നമുണ്ടായി. ഇന്നത്തെ പഴയ കാലത്തെ പത്രക്കട്ടിങ്ങിന്റെ കയ്യിലുണ്ട്. പള്ളിയിൽ തർക്കമുണ്ടായി. നമ്മളെ പള്ളിയിൽ തർക്കം അവരും തർക്കിച്ചു. ബാങ്ക് മലയാളത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഒന്ന് ഇടപെട്ട് ചോദിച്ചു, ഇതുവരെ എങ്ങനെ കൊടുത്തിരുന്നത്? അറബിയിൽ നിന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അറബിയിലായതാണ്. ശരിക്കും അങ്ങനെ കൊടുക്കേണ്ടത്. ഇവർ പറയുന്ന വാദപ്രകാരം അതും മാറ്റണ്ടേ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ശൈലി എല്ലായിടത്തും ഒരു ഭാഷ, എത്ര നല്ല സുന്ദരമായ ഒരു ശൈലിയാണ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ്, നമുക്കാണെങ്കിൽ തമിഴ് കൊഞ്ചം പോലും தெரியாது. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് എടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? ആണ്ടവൻ പെരിയവൻ, ആണ്ടവൻ പെരിയവൻ, നമുക്കെല്ലാം தெரியும். നേരെ മറിച്ച് നമുക്ക് പള്ളിയിൽ തെരഞ്ഞെടുക്കുള്ള ബാങ്ക് കേട്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എത്ര സന്തോഷം ഉണ്ടാവും നമുക്ക്. ഈ ആണ്ടവൻ പെരിയവൻ നമുക്ക് തിരിയോ? പള്ളിയിൽ പോയി ഖത്തീബ് ഖുത്ബ ഓതുന്നു. എങ്ങനെ? കേരളത്തിൽ കേട്ടതുപോലെ ഖതീബ് വന്നുകൊണ്ട് അറബിയിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ മനസ്സ് പറയില്ല അൽഹംദുലില്ലാഹ്, കേരളത്തിൽ കേട്ട അതേ ഖുത്ബ. നേരെ മറിച്ച് ഖതീബ് കയറിയിട്ട് തമിഴ് ഖുത്ബ ഓതിയാലോ? എന്തൊരു അവസ്ഥ. അതുകൊണ്ട് കെ മൂലി പറഞ്ഞു വലി അജ്ലി ആദിഹിൽ ഉസൂൽ നഖൂൽ അന്നൽ ഖുത്ബത അർക്കാനഹാ വതവാബിഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ എല്ലാം അറബിയിലായിരിക്കണം, എല്ലാം അറബിയിലായിരിക്കണം. എത്ര കൃത്യമാണത്, എത്ര നല്ല നിലപാടാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച, തബഉ താബിഈങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. ഇനി സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നത് നോക്കൂ നിങ്ങൾ. അവിടെയും എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എന്തായിരുന്നു സഹാബത്തിന്റെ കാഴ്ചപ്പാട്? മദീനത്തെ പള്ളിയിൽ നോക്കൂ, മദീനത്തെ പള്ളിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നിൽക്കുന്ന കാലത്ത് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്ന മദീനത്തെ പള്ളിയിൽ മുത്തുനബി പുറത്തിരിക്കുമ്പോൾ സഹാബിയത്താകുന്ന ഈ വനിത വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുസ്സലാത്ത മഅക യാ റസൂലല്ലാഹ്. നബിയെ, മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, മദീനത്തെ പള്ളിയിൽ അന്ന് പെണ്ണുങ്ങൾ യഥേഷ്ടം പോയിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്താ സഹാബിയത്താകുന്ന വനിത ചോദിക്കുന്നത്, നബിയെ അങ്ങയോട് കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഓ, നിന്നെ പോലുള്ള മഹിളാ രത്നങ്ങളാണ് ഇസ്ലാമിന് ആവശ്യം, കടന്നു വാ മോളെ എന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? ഖദ് അലിംതു, എനിക്ക് ബോധ്യമായി മോളെ, അന്നകി തുഹിബ്ബീന സ്വലാത മഅി, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷേ മോളെ, മദീനത്തെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം നിന്റെ വീടിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ്. ആ മഹദി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ആ മഹദി തിരിച്ചുപോയി വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ടാക്കി. പിന്നീട് ആ മഹദി നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. ഹത്താ ഫാറഖത്തി ദുനിയ, ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട്? പഴയകാല വഹാബി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുന്നു, അതിലും പറയുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ട, വീട്ടിൽ നിസ്കരിക്കണമെന്നാ. പിന്നെ ഏത് പെണ്ണ ആദ്യമായിട്ട് പള്ളിയിൽ പോയത്? മലപ്പുറം ജില്ലയിലെ ഒതായിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന് പറയുന്ന പെണ്ണാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയതെന്ന് പറയുന്ന നമ്മളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയായ, അവരുടെ മാഗസിനായ ഫുടവ മാസികയിൽ പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് സഹാബത്തിന്റെ ഭാര്യമാരല്ല, താബിഈങ്ങളുടെ ഭാര്യമാരല്ല, തബഉ താബിഈങ്ങളുടെ ഭാര്യമാരല്ല, മഖ്ദൂമി പണ്ഡിതന്മാരുടെ ഭാര്യമാരല്ല, അവരുടെ പിൻഗാമികളുടെ ഭാര്യമാരല്ല, മമ്പറം തങ്ങളുടെ ഭാര്യമാരല്ല, പാണക്കാട്ടെ തങ്ങന്മാരുടെ ഭാര്യമാരല്ല. പിന്നെ ആരാ? കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിലേക്ക് പോയ പെണ്ണ് ഒതായിലെ മുജാഹിദ് കേന്ദ്രത്തിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന പെണ്ണാണെന്ന് അവർ പുസ്തകം രേഖപ്പെടുത്തി. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളി, അതിന്റെ മഹത്വം എത്രയാണ്? ചൊക്ലി പള്ളിയിലും എൻ്റെ നാടായ മണ്ണാർക്കാട്ടെ പള്ളിയിലും
മലപ്പുറത്തെ പള്ളിയിലും കോഴിക്കോട്ടെ പള്ളിയിലും അജ്മീറത്തെ പള്ളിയായാലും ശരി, ഏത് പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച 2 റക്അത്തിന്റെ കൂലി കിട്ടുള്ളൂ. പക്ഷെ മദീനത്തെ പള്ളി അങ്ങനെയല്ല, മക്കത്തെ പള്ളി അങ്ങനെയല്ല. അതിനൊക്കെ ലക്ഷക്കണക്കിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ആ മദീനത്തെ പള്ളി. ആരവിടെ ഇമാമ്? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മഅ്മൂമിങ്ങളെ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ സഹാബികൾ മഅ്മൂമിങ്ങളായിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ വന്നിട്ട് സയ്യിദത്തുന ഉമ്മു ഹുമൈദത്തുൽ സായിദിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളിയിൽ അങ്ങയോട് കൂടെ നിസ്കരിക്കട്ടെ. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? മോളെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ള. എന്നിട്ടാണ് കേരളത്തിലെ വഹാബികൾ പറയുന്നത്, മോളെ വീട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് സലഫി പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം. നമ്മൾ ഏത് സ്വീകരിക്കണം? അള്ളാഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? താബീങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗകാൻ ലഹുന്ന ഫീ ദാലിക ഫളൽ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല പുണ്യമുണ്ടായിരുന്നെങ്കിൽ, വല്ല പുണ്യം, അങ്ങനെ ഉപയോഗിച്ച വാക്കാണ് ഫളലിൻ, വല്ല പുണ്യമുണ്ടെങ്കിൽ സഹാബത്തവരോട് കൽപ്പിക്കുമായിരുന്നു. സഹാബത്ത് പെണ്ണുങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പറയുമായിരുന്നു. പക്ഷേ ഒരു സഹാബിയും ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞതായി ഒരൊറ്റ താരീഖിന്റെ കിതാബുകളിലും ഒരു അംഗീകരിക്കപ്പെടുന്ന രേഖകളിലും കാണാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാം. ഇത് കുറച്ചു കാര്യം ഞാൻ ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം നമുക്ക് പരിമിതമാണല്ലോ. വിശ്വാസപരമായ കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ ഇവർ ചെയ്യുന്ന പണി എന്താ? ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഗൗരവമായ ഗുരുതരമായ പണി എന്താ? ഈ ഉമ്മത്തിനൊന്നടങ്കം കാഫറാക്കുക എന്നുള്ളത്. ഇതാരാ തുടങ്ങി വെച്ചത്? ലോകത്താരാണ് ഈ കുഫറാരോപിക്കുന്ന പണി തുടങ്ങിയത്? സമസ്ത ആരെയും കാഫറാക്കാറില്ല. സമസ്ത ഒരു വിദേഹത്തുകാരനെ കാഫറായിട്ട് ചിത്രീകരിക്കാറില്ല. ഇവരോ നമ്മളെ കുറിച്ച് പച്ചയായിട്ട് പറയുന്ന കാഫറാണ്. പറഞ്ഞിട്ടില്ലേ? എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലല്ലേ ഇപ്പൊ നമ്മളൊക്കെ കേട്ടത് ആരെ? നമ്മളെ ചുയലി അബ്ദുള്ള മൗലവി. അയാളൊന്നും ജീവിച്ചിരിപ്പോൾ ആളല്ലേ? പച്ചക്ക് പറഞ്ഞില്ലേ നമ്മളെ കാഫറാണ്. കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അത് പള്ളിയല്ല, അമ്പലമാണ്. അവിടുത്തെ ഖതീബ് അത് ഇമാമല്ല, പൂജാരിയാണ്. പറഞ്ഞതാരാ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പ്രഭാഷകന്മാരിൽ പ്രധാനിയായ ചുയലി അബ്ദുള്ള മൗലവി. പണ്ടും പറഞ്ഞില്ലേ ജനാബ് കെ ഉമർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ ജനാബ് കെ ഉമർ മൗലവി? തിരൂർക്കാട്ടുകാരൻ ഉമർ മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ മൗലവി. അദ്ദേഹം പച്ചയായിട്ട് വെച്ചില്ലേ, മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണമെന്ന് 1 വട്ടം തേടിയാൽ 4 വട്ടം കാഫറാകുന്നില്ല. നമ്മൾ കുത്തുബിയത്തിൽ എത്ര വട്ടം വിളിക്കും? കുത്തുബിയത്തിൽ മുഹിദ്ദീൻ ഷേഖിനെ എത്ര വട്ടം വിളിക്കും? എന്താ നിങ്ങളാരും ഉണ്ടാത്ത ആരും വിളിക്കില്ലേ? എത്ര വട്ടം വിളിക്കും? 1000 വട്ടം അല്ലേ? എത്ര വട്ടം കാഫറാവും? ഇയാൾ പറഞ്ഞ സിദ്ധാന്തം പ്രകാരം എത്ര വട്ടം കാഫറാവും? 4000 വട്ടം കാഫറാവും. ഇതിപ്പോഴും ആ പുസ്തകം നമ്മളെ കയ്യിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ പുസ്തകം കൃത്യമായി എഴുതി വെച്ച മലയാള പുസ്തകം എന്റെ കയ്യിലുണ്ട്, നിഷേധിക്കാൻ അവർ കഴിയില്ല. മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് 1 വട്ടം തേടിയാൽ 4 വട്ടം കാഫറാകുന്നു. മഹാനായ ഇ.കെ. അസം മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ സമാധാനനായ പണ്ഡിതനായിരുന്നു. ഷെയ്ഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ സഹോദരനായിരുന്നു. കേരളം കണ്ട വലിയ പ്രതിഭാശാലിയായിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു, വലിയ ദാക്കിറായിരുന്നു, സൂഫിയായിരുന്നു, ഖണ്ഡന പ്രഭാഷകനായിരുന്നു ഇ.കെ. അസം മുസ്ലിയാർ. എന്റെ പ്രിയങ്കരനായ ഭാര്യാപിതാവ് ഷെയ്ഖുനാ മർഹൂം സി.കെ. സാദിഖ് ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാദിഖ് ഉസ്താദ് ഇ.കെ. അസം മുസ്ലിയാർ ഒരുപാട് കാലം ഒരുമിച്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. അസം മുസ്ലിയാർ രാത്രിയുടെ യാമങ്ങളിൽ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് അട്ടപ്പാതിരാ സമയത്ത് കോളേജിൽ കയറി വന്നാലും ഉറക്കമുണ്ടാവില്ല. ഒന്നെങ്കിൽ ക്ലാസ് എടുക്കും, ഒന്നെങ്കിൽ കുട്ടികൾക്ക് നട്ടപ്പാതിരാ സമയത്ത് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ തഹജ്ജുദിൽ കഴിഞ്ഞുകൊണ്ടും. അത്ര വലിയൊരു മഹാൻ ഇ.കെ. അസം മുസ്ലിയാർ. അസം മുസ്ലിയാർ വഫാത്തിനോട് മല്ലിടുന്ന സമയത്ത് ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹം ബോംബെയിലായിരുന്നു. ബോംബെയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അസം മുസ്ലിയാർക്ക് തീരെ വയ്യ, മരിക്കാനായിട്ടുണ്ട്. ഇയാളെന്താ ചിതറി? നിങ്ങൾക്ക് ഇയാളെന്താ ചെയ്തെന്നറിയോ? ഇയാൾ ലെറ്റർ എഴുതി അസം മുസ്ലിയാർക്ക്. എന്താ കത്ത്? ആ കത്തിലെന്തറിയോ? ഇ.കെ. അസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം. അസം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാൽ തസ്ലം താങ്കൾക്ക് രക്ഷപ്പെടാം. ഇല്ല, താങ്കൾ മുസ്ലിം ആകുന്നില്ല എങ്കിൽ അങ്ങയെ പിൻപറ്റിയ ആളുകളുടെ കുറ്റം പോലും അങ്ങേറ്റെടുക്കാൻ നിർബന്ധിതനായി തീരും. എന്ത്? അസം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം. മരിക്കാൻ കിടക്കുന്ന ഒരു മഹാനോട്
ഇത്ര ഗൗരവത്തോടൊക്കെ പറയണമെങ്കിൽ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ? മരിക്കാൻ കിടക്കുന്നൊരു മഹാപണ്ഡിതൻ, കേരളം കണ്ട വലിയ പ്രതിഭാശാലിയായ ഒരു പണ്ഡിതൻ, ഒരു സൂഫിയായ പണ്ഡിതൻ, ഒരു ഫർദ് നിസ്കാരം പോയിട്ട് ഒരു സുന്നത്ത് നിസ്കാരം പോലും മുടങ്ങാത്ത മഹാനായ EK ഹസൻ മുസ്ലിയാരോടാ പറയുന്ന, ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ മുസ്ലിമാകണം. ഇത് അന്ന് അക്കാലത്ത് വലിയ വിവാദമുണ്ടായപ്പോൾ ഇദ്ദേഹം ആ വിവാദത്തിനെ പ്രതികരിച്ചുകൊണ്ട് ആ വിവാദത്തിന് മറുപടി എന്നോണം അദ്ദേഹത്തിന്റെ സൽസബിയിൽ പിന്നെയും എഴുതി. എന്താ എഴുതി മുതറിയോ? ഞാൻ ഹസൻ മുസ്ലിയാരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഹസൻ മുസ്ലിയാരെ കുറിച്ച് കാഫറാന്ന് എഴുതാൻ കാരണം എനിക്ക് ബോധ്യമാണ് അദ്ദേഹം കാഫറാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി എഴുതി വെച്ചു. എന്താ അറിയോ? ഹസൻ മുസ്ലിയാർ കാഫറാണെന്ന് സംശയിച്ചവനും കാഫറാണ്. എത്ര വിഷമമുണ്ട് നിങ്ങൾ ആലോചിച്ചു. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, പടച്ചോനെ പേടിയുള്ളവരെ, നമുക്കിതിൽ പ്രയാസമില്ല. നിങ്ങളിതൊരു സംഘടനാ വിഷയമായിട്ട് ഇതിനെ കാണണ്ട. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി. വേദനയില്ലേ നിങ്ങൾക്ക്? അസംമുലിയരെ പോലുള്ള വലിയൊരു മഹാനെ കുറിച്ച് കാഫറാണെന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിനോട് എങ്ങനെ നമുക്ക് യോജിച്ചു പോകാൻ കഴിയും? ഒരു അസംമുലിയരെ കുറിച്ച് മാത്രമാണ് അല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചു, സരസഭയിൽ എഴുതി വെച്ചു. കേരളത്തിലെ സമസ്തക്കാർ, അന്നാരാ സംസ്ഥയുടെ പ്രസിഡന്റ് ശൈഖുനാ മർഹൂം കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അന്നാരാ ജനറൽ സെക്രട്ടറി ശൈഖുനാ മർഹൂം ശംസുൽ ഉലമ EK ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അന്ന് ആരൊക്കെയാ സമസ്തയിലുള്ളത്? സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാ? ബാഫക്കി തങ്ങളുള്ള കാലഘട്ടമാണ്. മഹാനായ സയ്യിദ് BMSA പൊക്കോയ് തങ്ങളുടെ കാലഘട്ടമാണ്. ചാപ്പരങ്ങാടി ഉസ്താദുള്ള കാലഘട്ടമാണ്. അങ്ങനെയുള്ള വലിയ മഹാന്മാരുള്ള കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ ജീവിച്ച ജനാബ് K ഉമർ മൗലവി അദ്ദേഹം എഴുതി വെക്കുകയാണ്, കേരളത്തിലെ സമസ്തക്കാർ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് 50 വിഷയങ്ങളിൽ. 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളും സമസ്തക്കാർ ബായിയാണ്, ഒരുപോലെയാണ്. എന്നിട്ട് പറഞ്ഞു, ചില വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ മോശമാണ് സമസ്തക്കാർ. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? എന്താണ് ആ പറഞ്ഞ താല്പര്യം? മക്കയിലെ അബൂജഹലിനെ ഞങ്ങൾ അംഗീകരിച്ചാൽ പോലും ശൈഖുന അബൂബക്കർ മുസ്ലിയാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. മക്കയിലെ ഉത്തുബത്തിനെ അംഗീകരിച്ചാൽ പോലും കണ്ണിയത്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. മക്കയിലെ ഷൈബത്തിനെ സംബന്ധിച്ചാൽ പോലും ശിഹാബ് തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. എഴുതി വെച്ചില്ലേ ഇവർ? നിഷേധിക്കാൻ കഴിയുമോ? ഇതിൻ്റെയൊക്കെ രേഖകൾ നമ്മുടെ കയ്യിലുള്ളതല്ലേ? നിഷേധിക്കാൻ കഴിയില്ലല്ലോ. വേദനയില്ലേ നിങ്ങൾക്ക്? ഈ വലിയ മഹാന്മാർ ആരാ? കണ്ണിയത്ത് ഉസ്താദൊക്കെ ജീവിതത്തിലൊരു കറാഹത്ത്, ഷിർക്ക് പോട്ടെ, ഒരു കറാഹത്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോലൊന്നുമല്ലല്ലോ കണ്ണിയത്ത് ഉസ്താദ്. നമുക്ക് അവരുടെ 4 അയലത്തൂലെത്താൻ കഴിയാത്ത ആൾക്കാരല്ലേ. ഒരു കറാഹത്ത്, ഹറാമൊന്നും വേണ്ട, ഒരു കറാഹത്ത് ചെയ്തു എന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ, ഇന്ന കറാഹത്ത് ചെയ്യുന്ന ആളാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ വായക്കാട് വെച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ നാട്ടിൽ വെച്ചുകൊണ്ട് മുജാഹിദിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്നേ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വായക്കാട്ടുകാരാണല്ലോ, കണ്ണിയത്ത് ഉസ്താദ് ചെയ്തൊരു ഒരു ഹറാം നിങ്ങളൊന്ന് പറഞ്ഞേരും, ഒരു കറാഹത്ത് പറഞ്ഞേരും. പറയാനൊരു ആ കണ്ണിയത്ത് ഉസ്താദ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സമസ്തയുടെ ആലിമീങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അബൂജഹലിനേക്കാൾ മോശമാണ്, ഉത്ബത്തിനേക്കാൾ മോശമാണ്, ഷൈബത്തിനേക്കാൾ മോശമാണ്. എന്തിനേറെ അടുത്ത കാലത്ത് ജീവിച്ച് നമ്മൾ വിട പറഞ്ഞു പോയ മഹാനല്ലേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ പാണക്കാട്ടെ തങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് വഹാബികൾ വീഡിയോ എടുക്കുകയാണ്. പാണക്കാട് തങ്ങൾ മന്ത്രിച്ചൂതുന്നത്, പാണക്കാട്ടെ തങ്ങൾ ഐക്കല്ല് കെട്ടിക്കൊടുക്കുന്നത്, പാണക്കാട്ടെ തങ്ങൾ ചികിത്സിക്കുന്നത്, ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഗൾഫിൽ പ്രചരിപ്പിക്കുകയാണ്. അടിക്കുറിപ്പ് കൊടുക്കുകയാണ്, അറബിയിൽ അടിക്കുറിപ്പ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ പാണക്കാട്ടെ തങ്ങളും പാണക്കാട്ടെ തങ്ങളും പാണക്കാട്ടെ തങ്ങളെ കുടുംബവും ഒക്കെ ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നവരാണ്, ഖുറാഫാത്തിന്റെ ആളുകളാണ്, അവർ അംഗീകരിക്കാൻ പാടില്ലെന്ന് ഗൾഫിലെ അറബികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താ അവരുടെ ലക്ഷ്യം? പാണക്കാട്ടെ തങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഗൾഫിലെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, അവർക്കിടയിൽ വലിയൊരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം കളയാൻ വേണ്ടി അവർ പ്രചരിപ്പിച്ച പ്രചാരം എന്താണ്? പാണക്കാട്ടെ തങ്ങൾ മുശ്രിക്കാണ്, പാണക്കാട്ടെ തങ്ങൾ ഖുറാഫിയാണ്. ഇന്നും അതിന്റെ CD നമ്മുടെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ കഴിയോ?
ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ പറയണ്ടേ നമ്മൾ, അരുത് സഹോദര അരുത്, അരുത് സഹോദര അരുത്, ഇങ്ങനെയൊന്നും മുസ്ലിമീങ്ങളെ കാഫറാക്കരുത്. എന്തുകൊണ്ട്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാഫറല്ലാത്ത ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാല് ഫഖദ് ബാഅ കുഫ്റുഹു ഇലൈഹി, ആ കുഫ്രിയത്ത് തന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരാളെ കുറിച്ച് കാഫർ എന്ന് പറയണമെങ്കിൽ അയാൾ കാഫറായിരിക്കണം. കാഫർ അല്ലാത്തവരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ കുഫ്രിയത്ത് എന്നിലേക്ക് മടങ്ങി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ഗൗരവമാണ് നിങ്ങൾ, എത്ര ഗൗരവമാണ്. എന്നിട്ടോ കാഫറ എന്ന് പറയും ചെയ്യും, നമ്മളെ കണ്ട വേഗം സലാം പറയും ചെയ്യും. കാഫറിനോട് സലാം പറയാൻ പറ്റും? അല്ല, അപ്പോൾ അത് പിന്നെ അങ്ങനെയല്ല, അത് ഞങ്ങൾ അങ്ങനെ സഹകരണത്തിന്റെ പേരിലാണ്. സഹകരണത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഗോപാലേട്ടനുണ്ട്, നമ്മുടെ നാട്ടിൽ നായരേട്ടനുണ്ട്, നമ്മളുടെ രാമനേട്ടനുണ്ട്, അവരോടൊക്കെ സലാം പറയാറുണ്ട്. നമുക്കവിടെ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. സലാം പറയാൻ പാടില്ല, നമ്മൾ പഠിച്ചത്. ഇവരോ നമ്മളെ കണ്ട സലാം പറയും. ഇസ്ലാമിന്റെ നിയമം എന്താ? കാഫറാണെങ്കിൽ സലാം പറയാൻ പറ്റുമോ? നമ്മളെ കുട്ടികളെ ഒരു വിവാഹം കഴിക്കൂലേ? എന്താ ഇസ്ലാമിന്റെ നിയമം? മുശ്രിക്കീങ്ങളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ലേ സുന്നി പെൺകുട്ടികളെ ഇവർ കല്യാണം കഴിക്കുന്നത്? അത് പറഞ്ഞ പൊരുടുത്ത് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. കാരണം പെണ്ണിട്ടില്ലല്ലോ. ഇവരെവിടെ ഉണ്ടാകും? ഒരു മഹലിൽ 1-2 ഉണ്ടാകും. ഇവർക്ക് പെണ്ണിട്ടുണ്ടെങ്കിൽ ഇവനെ സുന്നി പെണ്ണിട്ടുന്ന കല്യാണം കഴിക്കണ്ടേ? മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരു കാഫറാണെങ്കിൽ പഠിപ്പിച്ചത് കാഫറാണെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇവരിപ്പോഴും പ്രസംഗിക്കാറില്ലേ കാഫറാണെന്ന്? ഈ അടുത്ത മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് കേരളത്തിലെ സമസ്തക്കാർ മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അബൂജഹലിനേക്കാൾ മോശമാണ് പറഞ്ഞത്. അബൂജഹലിനേക്കാൾ. പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞു, ഓരോന്നും തങ്ങന്മാരല്ല. നബിയുടെ കുടുംബമായതിന്റെ പേര് തങ്ങന്മാരാണെങ്കിൽ ഞാനും ആദ്യ നബിയുടെ കുടുംബമാണ്, ഞാനും തങ്ങളാണ് എന്നാണ് മുബർഗർ പൂതി സയ്യിദ് മുജാഹിദ് ബാലുശ്ശേരി തങ്ങൾ എന്ന് പറയാൻ. തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭരിച്ചു വാങ്ങേണ്ട സാധനമല്ലോ, അതായത് പെടണ്ടേ. എന്നിട്ട് പറയാ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് അബൂജഹലിനേക്കാൾ മോശമാണ്. ഈ അടുത്ത് പ്രസംഗിച്ചതാ. ഇത് പറയും ചെയ്യും, നമ്മളെ കണ്ട സലാം പറയാ, നമ്മൾ ആരെങ്കിലും മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ മുന്നിൽ കയറി നിൽക്കുക. ഖുർആൻ പറഞ്ഞ ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രിഹി. അവരെ കബറിന് പോകാൻ പാടില്ല. അനന്തര സ്വത്തെടുക്കാൻ പാടില്ല. വാപ്പ കാഫറാണെങ്കിൽ ആ വാപ്പാന്റെ സ്വത്തോഹരിക്കുമ്പോൾ വാങ്ങാൻ പാടില്ല. ഇവരോ വാപ്പ സുന്നിയായിരിക്കും, മരിച്ച സ്വത്തോഹരിക്കുമ്പോൾ മുന്നിൽ ഇവരുണ്ടാവും. അടുത്ത അല്ല, അതൊക്കെ സ്ഥലത്തിന് ഭയങ്കര റൈറ്റുള്ള കാലഘട്ടമാണ്. അവിടെ നമ്മൾ മസല പറയാൻ നിൽക്കരുതെന്നാ. അപ്പൊ ഇതാണ്, ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഈ ഉമ്മത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ കവിഞ്ഞ് വേറൊരു ചിന്ത ഇവർക്കില്ല. എൻ്റെ മുസ്ലിമീങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തോടെ കണ്ടതാണ്. ഇവർ കുഫ്ർ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ എന്തിന്റെ പേരിൽ കുഫ്ർ ആരോപിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടിയതിന്റെ പേരിൽ കുഫ്ർ ആരോപിക്കുകയാണെങ്കിൽ, ഷിർക്ക് ആരോപിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആരൊക്കെ മുശ്രിക്കാകും ഇവിടെ? ആരൊക്കെ കാഫറാകും ഇവിടെ? അള്ളാഹു റസൂലിനെ കുറിച്ച് കുഫ്ര എന്ന് പറയേണ്ടി വരില്ലേ? സഹാബത്ത് കാഫറ എന്ന് പറയേണ്ടി വരില്ലേ? സഹാബത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മുത്തുനബിന്റെ അടുക്കൽ പോയിട്ടില്ലേ? ഒരിക്കൽ മഴയില്ലാതെ മദീനത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോഴല്ലേ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ വെള്ളമില്ല, മഴയില്ല നബിയേ, വല്ലാത്ത പ്രയാസത്തിലാണ്. നബിയേ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്കല്ലാതെ ആരോട് വന്ന് പറയാനാണ്? എവിടെ പോകാനാണ് നബിയേ? അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അള്ളാഹു റസൂൽ മഴ വാങ്ങിക്കൊടുത്തു. ഫത്ഹുൽ ബാരിയിൽ പറയുന്നില്ലേ, മഴ പെയ്തു, ശക്തമായ മഴ. ആ വെള്ളിയാഴ്ച തുടങ്ങിയ മഴ പിറ്റത്തെ വെള്ളിയാഴ്ചയായിട്ട് മഴ നിന്നില്ല. അപ്പൊ ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ അങ്ങ് വാങ്ങിത്തന്ന മഴയാണ്, അങ്ങ് തന്നെ നിർത്തലാക്കണം നബിയേ. അല്ലാഹു റസൂൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. റബ്ബേ ഞങ്ങൾക്ക് മതി, ചുറ്റുഭാഗത്തുള്ളവർക്ക് കൊടുത്തേക്ക്. മഴ നിൽക്കുന്നു, മഴ കിട്ടാനും നബിയോട്, മഴ നിൽക്കാനും നബിയോട്. ഇവരെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ആ വന്ന സ്വഹാബി കാഫർ കുഫ്ർ ചെയ്ത റസൂലുള്ളാഹി മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, പറയേണ്ടി വരില്ലേ? എത്ര സംഭവങ്ങൾ മുത്തുനബി വഫാത്തായതിന് ശേഷമല്ലേ
അവിടുത്തെ ഖബറിന്റെ അരികിലേക്ക് സയ്യിദുനാ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽപ്പെട്ട ബിലാൽ തങ്ങൾ ഓടിച്ചെല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, മഴയില്ല, വെള്ളമില്ല, ജനങ്ങൾ പ്രയാസത്തിലാണ്. യാ റസൂലല്ലാഹ് ഇസ്തസ്കി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ, മഴയില്ല, വെള്ളമില്ല, അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബിയോട്. മഴ കിട്ടിയില്ലേ? ആയിഷ റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ ജനങ്ങൾ ചെന്ന് ആയിഷ ബീവിയോട് ഒരു സമയം മഴയില്ലാതെ വെള്ളമില്ലാത്ത ഘട്ടം വന്നപ്പോ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞില്ല, ആയിഷമ്മ, മഴയില്ല. ആയിഷ ബീവി എന്തേ പറഞ്ഞത്? അള്ളാഹിനോട് ചോദിച്ചോളൂ, എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ല. ആയിഷ ബീവി പറഞ്ഞെന്താ? ഉൻദുറൂ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദേ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖബറിലേ കാണുന്നത്, നിങ്ങൾ അവിടെ ചെല്ലൂ. ഫജഅലൂ മിൻകും അന്നതാലാ യകൂന ബൈന നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ദ്വാരമുണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞോളൂ, മഴ കിട്ടും. സഹാബത്ത് അങ്ങനെ ചെയ്തു, മഴ പെയ്തു. സുനൻ ദാരിമി രേഖപ്പെടുത്തിയില്ലേ സംഭവം? ഇവരൊക്കെ കാഫറായോ? എത്ര സംഭവങ്ങൾ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവസാന സമയമാണ്, ശത്രുക്കൾ വീട്ടു തടങ്കലാക്കി. നോമ്പുള്ള ദിവസമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പ് തുറക്കാനായി വെള്ളം കൊടുക്കുന്നില്ല ശത്രുക്കൾ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ നായില വെള്ളത്തിന് വേണ്ടി പോയി നോക്കി, പക്ഷേ ആരും വെള്ളം കൊടുക്കുന്നില്ല. ഒരുപാട് കറങ്ങി നോക്കി, ആരും കൊടുക്കുന്നില്ല. എത്രയോ ദൂരെ പോയി നായില റളിയല്ലാഹു അൻഹ വെള്ളവുമായി കൊണ്ടുവരുന്നു. അപ്പോഴേക്ക് നോമ്പ് തുറക്കേണ്ട സമയം കഴിഞ്ഞു. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നു, നായില, എനിക്ക് വെള്ളം വേണ്ട, ഇന്നും ഞാൻ നോമ്പ് നോക്കാൻ പോവുകയാണ്, എനിക്ക് വെള്ളം വേണ്ട, ഇന്നലെയും ഇന്നും എനിക്ക് നോമ്പാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, ഇന്നലെ നോമ്പ് തുറക്കാൻ ആരാണ് നിങ്ങൾക്ക് വെള്ളം തന്നത്? ആരാ നിങ്ങൾക്ക് വെള്ളം തന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ വെള്ളമങ്ങനെ ഒഴുകിക്കൊണ്ട് പറഞ്ഞു, നായില, ഇന്നലെ മഗ്രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാനായപ്പോ സമയത്ത് സൗത്ത, ഞാനൊരു ശബ്ദം കേട്ടു മോളെ, ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബിനെ ഞാൻ കാണുകയാണ്. മുത്തുനബി അതാ ഒരു വെള്ളപ്പാത്രവുമായി കൊണ്ടുവരുന്നു. വഫാത്തായി പോയ റസൂലുള്ളാഹ് എന്റെ അടുക്കിലേക്ക് ഒരു വെള്ളപ്പാത്രവുമായി കൊണ്ടുവരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഇശ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ കുടിക്കൂ, വേണ്ടവോളം കുടിക്കൂ. ഞാൻ കുടിച്ചു. വീണ്ടും വായിലേക്ക് വെള്ളമൊടിച്ചു തന്നു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ കുടിച്ചു. മോളെ, എന്റെ ദാഹം തീരുന്നത് വരെ അവിടുന്ന് എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, നാളെ നിനക്ക് വേണമെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ വിജയം കൈവരിച്ച് രാജ്യത്ത് വീണ്ടും ഭരണം നടപ്പിലാക്കാം. അതല്ലെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ട് നാളെ ഷഹീദായി നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ ബർസഖിയായ ലോകത്ത് നമുക്ക് ഒരുമിച്ചുകൂടാ. ഏതാണ് ഉസ്മാനെ വേണ്ടത്? ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, മോളെ നായില, എന്നോട് മുത്തുനബി അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നബിയെ, എനിക്ക് ഇനി രാജ്യം ഭരിക്കണ്ട, എനിക്ക് നാളെ ഷഹീദായാൽ മതി. പിറ്റേ ദിവസം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. നോമ്പുകാരനായിട്ട് ഷഹീദായി. പറയാൻ പറ്റുമോ ഉസ്മാൻ റളിയല്ലാഹു കാഫറാണെന്ന്? ഉസ്മാൻ റളിയല്ലാഹു കാഫറാന്ന് പറയാൻ പറ്റും? ഇവരെന്താ എഴുതി വെക്കുന്നത്? മരണപ്പെട്ടു പോയ മഹാന്മാരെന്ന് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫറാണ്, ഇസ്ലാമിക വൃത്തന്ന് പുറത്താണെന്ന് അവർ എഴുതി വെക്കുന്നത്. പറയേണ്ടി വരില്ലേ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാഫറാണ്, മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? ഇങ്ങനെ ഇന്നലകൾ കഴിഞ്ഞു പോയ മഹാന്മാർ നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട്ടുകാരിലെ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയൻകൂട്ടുകാരൻ ഉമറുൽ ഖാദി റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വന്നില്ല, യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബി വജഫദം സാലബിൻ ഐനൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ ഖൗനൈനി ഹയ്യം വമൈതം ഫി തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പൊട്ടിക്കരഞ്ഞ് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പദ്യം പാടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പരിശുദ്ധമായ ഖബറിന്റെ അരികിലേക്ക് പാവപ്പെട്ട ഉമറുൽ ഖാദി വന്നിരിക്കുന്നു, യാ റസൂലുള്ളാഹ്. നബിയെ വിളിച്ചുകൊണ്ട് സഹായം തേടി പൊട്ടിക്കരഞ്ഞു. പറയേണ്ടി വരില്ലേ ഉമറുൽ ഖാദി കാഫറാണെന്ന്? മുമ്പ് ഞങ്ങളെ കുറിച്ച് പറയണ്ടല്ലേ കാഫറാണെന്ന്?
ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ കാഫറാണെന്ന്. കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഹജ്ജിന് പോകുമ്പോൾ തന്റെ കൗലാനിയിലെ മസ്ജിദിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പരിശുദ്ധമായ മങ്കൂസ് മൗലൂദിലെ ഇർതകബതു അലൽ ഖത്താ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കു ഫിഹിയ സയ്യിദി ഖൈറൻ നബി. ഈ ഇസ്തിഗാസ നടത്തിയിട്ടില്ലേ മഹാനായ ബാഫക്കി തങ്ങൾ ഹജ്ജിന് പോയത്? പറയേണ്ടി വരില്ലേ ബാഫക്കി തങ്ങൾ കാഫറാണെന്ന്? പാണക്കാട്ടെ തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാഫറാണെന്ന്, കണ്ണിയത്ത് ഉസ്താദ് കാഫറാണെന്ന്, ശംസുൽ ഉലമ കാഫറാണെന്ന്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് ഒന്നടങ്കം പറയേണ്ടി വരില്ലേ അവരൊക്കെ കാഫറാണ്. ഇനി നിങ്ങൾ നിങ്ങളെ പള്ളി ഖബർസ്ഥാനിൽ ചെല്ലും. ആ പള്ളി ഖബർസ്ഥാനിലെ ഖബറുകളൊന്ന് പരിശോധിച്ചു നോക്കൊക്കെ ആരാ? നമ്മുടെ ബാപ്പമാരയിലുണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നമ്മുടെ വല്യപ്പന്മാരവിടെ ഉണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നമ്മുടെ വല്യമ്മമാരവിടെ ഉണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നിങ്ങളൊരു സർവ്വെ എടുത്ത് നോക്കും, നിങ്ങൾ അവിടുത്തെ ഖബറുകളിൽ 99% ഖബറുകളും സുന്നികളെ ഖബറായിരിക്കും. ഇവരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അവരൊക്കെ കാഫർ. ഇതിനൊപ്പം നമ്മൾ കൂടണ്ടേ? എന്നിട്ട് ഇതിനൊപ്പം കൂടെ അപ്പൊ ഒരു പണിയെടുത്ത് വരേണ്ടി എന്താ പറയുക? ഇപ്പൊ ബൈത്തു സക്കാത്ത് കൊണ്ട് അറിയിക്കുക. ഇപ്പൊ ഒരു വലിയ തന്ത്രം, ഒരു കുതന്ത്രമാണ് ബൈത്തു സക്കാത്ത്. ഞാൻ ഇന്നലെയും ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയകാല പ്രസിദ്ധീകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. ഈ ബൈത്തു സക്കാത്തിന്റെ ഈ സംഘടിത സക്കാത്തിന്റെ ആളുകളെ പഴയകാല പുസ്തകങ്ങൾ പരിശോധിക്കും. സുബ്ഹാന ജല്ല ജലാലു, ഈ സക്കാത്ത് വാങ്ങിയിട്ട് എന്തിനാ അവർ കൊടുക്കണറിയോ? സക്കാത്ത് വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ട ഇസ്ലാം പറയുന്നുണ്ട്. ആരൊക്കെ കൊടുക്കേണ്ടത്? ഇവരെന്തിനൊക്കെ കൊടുക്കുന്നത്? എന്തിനൊക്കെയാണ് ഇവർ സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനൊക്കെയാണ് ഇവർ സക്കാത്ത് കൊടുക്കുന്നത്? കടം വീട്ടാനാണോ? അല്ല. ഇവർ കൊടുക്കുന്നത് കടം വീട്ടാൻ കൊടുക്കുന്നുണ്ടായേക്കാം. ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ, പ്രബോധനം, ഇവരുടെ മാധ്യമം, ഇവരുടെ മീഡിയ ഉണ്ട്. ഇത് ശരിയായിക്കൊണ്ടാണ് സക്കാത്തിന്റെ വിഹിതം അതിന് മാറ്റിവെക്കുക. സുബ്ഹാന ജല്ല ജലാലു. സക്കാത്തിൽ 7-8 വിഭാഗം പറഞ്ഞതിൽ എവിടെ മീഡിയ ഉള്ളത്? അതിന് പിരിച്ചോട്ടെ, അതിൽ നമുക്ക് എതിർപ്പില്ല. അവരുടെ പ്രസ്ഥാനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റൊരു മീഡിയയോ ഏതുമാവട്ടെ അവർ പിരിച്ചോട്ടെ, നമുക്ക് എതിർപ്പില്ല. പക്ഷെ സക്കാത്തിന്റെ പേരൊന്നും പിരിക്കാൻ പറ്റില്ല. പാവങ്ങളുടെ അവകാശം പറഞ്ഞിട്ട് പിരിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുക. ഏതിന്റെ? ഞാൻ എന്നാലും ഒരുപാട് പ്രസിദ്ധീകരണം വായിച്ചപ്പോ വല്ലാതെ വേദനിച്ചു പോയി. എന്നിട്ട് അതിന് നമ്മൾ അറിഞ്ഞും അറിയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സക്കാത്ത് കൊടുക്കണ്ടല്ലോ, സക്കാത്ത് കൊടുത്തേ പറ്റൂ, കൊടുക്കണം. കൊടുക്കാത്തവരൊക്കെ റബ്ബിന്റെ കോടതിയിൽ പോയാൽ മറുപടി പറയേണ്ടി വരും, ഒരു തർക്കമില്ല. പക്ഷേ സംഘടിത സക്കാത്ത് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. രാജ്യ ഭരണകൂടം ഇസ്ലാമികമായിരിക്കണം. അല്ലാതെ പള്ളി കമ്മിറ്റിയോ ഏതെങ്കിലും സംഘടനയോ ഈ സമസ്തനെ ഏൽപ്പിക്കാൻ പറ്റൂല. ഈ സമസ്ത സംഘടന ഉണ്ടാക്കിയിട്ട് സക്കാത്തെ പറ്റി പറ്റൂല. സക്കാത്ത് ഏൽപ്പിക്കാൻ വേണ്ടി സംഘടന ഏൽപ്പിക്കാൻ പാടില്ല, എസ്കെസിനെ ഏൽപ്പിക്കാൻ പാടില്ല, SYSനെ ഏൽപ്പിക്കാൻ പാടില്ല. അല്ല ജമാഅത്ത് ഇസ്ലാമിനെ ഏൽപ്പിക്കേണ്ട, നിങ്ങൾ അമ്മളത്തിന് തന്നോളി എന്നല്ല പറയണത്. സംഘടന ഏൽപ്പിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാ? ഒന്നെങ്കിൽ എന്റെ സക്കാത്ത് ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം. എനിക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ കഴിയില്ലെങ്കിലോ അല്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യാം? വേറെ ആളെ വക്കാലത്താക്കാം. ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ വക്കാലത്താക്കി. ഇങ്ങനെയൊക്കെ അല്ല, സംഘടന വ്യക്തിയല്ല. വക്കാലത്താക്കണമെങ്കിൽ ഒരു വ്യക്തിയായിരിക്കണം. സംഘടന എന്നുള്ള വ്യക്തിയല്ല, മുഅയ്യനല്ല. അവൾ സംഘടനയെ ഏൽപ്പിക്കാൻ പാടില്ല. ഇമാമിങ്ങൾ എഴുതി വെച്ചു, പണ്ഡിത ലോകം എഴുതി വെച്ചു. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? സംഘടനയെ ഏൽപ്പിക്കുന്നു, എന്നിട്ട് ആ സക്കാത്തോ അവകാശികൾക്കല്ല കൊടുക്കുന്നത്, അല്ലാത്തിനോട് ചെലവഴിക്കപ്പെടുന്നു. എന്നിട്ട് ചില ആളുകൾ പ്രസംഗിക്കാണ് ഫർളായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത്. നോമ്പിൽ എന്ത് സംഘടിതമാണത്? അയാൾ വലിയ വിവരമുള്ള ആളെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. ഞാനതിന് പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ പറയാ ഇസ്ലാമിന്റെ ഫർളായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത്. ജനാബത്തുണ്ടായി കഴിഞ്ഞാൽ കുളിക്കൽ ഫർള, ജമാഅത്തായിട്ടാ കുളിക്കൽ എല്ലാവരും. ഫർളൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് നേരം വെളുത്ത എല്ലാ വീട്ടിലും വിളിച്ചിട്ട് കൂട്ടിയിട്ട് ഒരുമിച്ച് കുളിക്കണ്ടില്ലേ? ഒരു ഫിഖിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്ത ആളായി പോയല്ലോ. എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്? ഹജ്ജ്, നോമ്പ്, ഇതൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യുന്നത്. നോമ്പിൽ എന്ത് സംഘടിതമാണത്? ഇനി നിസ്കാരം തന്നെ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ച് നിസ്കാരം ചെയ്യാവൂലേ? അദ്ദേഹം പറയുന്നത് ഫർളൊക്കെ സംഘടിതമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിസ്കാരം, ഇപ്പൊ ഒരാൾ ഇശാ നിസ്കരിച്ചു, അഫ്ളൽ തന്നെയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഒരാൾ ഒറ്റക്ക് നിസ്കരിച്ച് നിസ്കാരം ചെയ്യാവൂലേ? ഇയാൾക്ക് എത്രത്തോളം അധപ്പതിച്ചു പോയാലോ? തന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഇவ்விதം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാലോ? ഇത് തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കുതന്ത്രങ്ങളാണ്, ഇതൊക്കെ ചതികളാണ്. ഇതിൽ നമ്മൾ പെട്ടുപോകരുത്.
നമുക്കൊരു പാരമ്പര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന, സഹാബത്ത് കാണിച്ചു തന്ന, താബിയങ്ങൾ കാണിച്ചു തന്ന, തബഉ താബിയങ്ങൾ കാണിച്ചു തന്ന, അവരുടെ പിൻഗാമികൾ കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിൽ നമ്മൾ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു മരണം കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇനി വലിയ ആലിമൊന്നും ആവണ്ട. ഒരിക്കൽ എൻ്റെ നാട്ടിൽ CK മെയ്തുട്ട് മുസ്ലിയാർ ഒരു കാലിയുണ്ടായിരുന്നു. എൻ്റെ മഹല്ല കാലിയായിരുന്നു മെയ്തുട്ട് മുസ്ലിയാർ. മെയ്തുട്ട് മുസ്ലിയാർ വഫാത്തായത് എങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അറിയോ? നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഷംസുലുമിൻ്റെയും KT ഉസ്താദിൻ്റെയും അങ്ങനെ വലിയ വലിയ മഹാന്മാരെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അവർക്ക് മാത്രം നല്ല മരണം അല്ല, നമ്മളും നല്ല രീതിയിൽ ചെയ്താൽ നമുക്കും നല്ല മരണം കിട്ടും. CK മെയ്തുട്ട് മുസ്ലിയാർ വലിയ മഹാപണ്ഡിതനൊന്നും ആയിരുന്നില്ല, സമസ്തന്റെ മുഷാവറ അമ്പറൊന്നും ആയിരുന്നില്ല. പക്ഷേ സമസ്തയെ അതിയായി സ്നേഹിച്ച് സമസ്തയ്ക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. വലിയ മുദരിസൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മരിച്ചെങ്ങനെ അറിയോ? അദ്ദേഹം വഫാത്തായത് എങ്ങനെ അറിയോ? അത് എൻ്റെ മഹല്ല കാളിയാണ്. സാധാരണ വെള്ളിയാഴ്ച അദ്ദേഹം വീട്ടിലേക്ക് പോയാൽ തിങ്കളാഴ്ചയാണ് തിരിച്ചെത്തി വരാറുള്ളത്. ആ വെള്ളിയാഴ്ച അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച നേരത്തെ എത്തി. ശനിയാഴ്ച അദ്ദേഹം പരിസരത്തുള്ള എല്ലാ മക്കാമ്പളും പോയി സിയാറത്തൊക്കെ ചെയ്ത് ഞായറാഴ്ച തന്നെ വീട്ടിലെത്തി. ഞായറാഴ്ച എൻ്റെ നാട്ടിലെ തെയ്യോട്ടിത്തറ കമ്മുസുഫി നബറല്ലാഹു മർക്കദ ആ മഹാന്റെ മക്ബർ സിയാറത്തിൽ കടന്നിട്ട് തഹജ്ജുദിന് എണീറ്റു. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന അദ്ദേഹം വഫാത്താവാണ്. എത്ര നല്ല മരണം നോക്കും നിങ്ങൾ. തിങ്കളാഴ്ച രാവിലെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിബിലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ കഴിയാവുന്ന എത്ര ഭാഗ്യമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മളെ കുതിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ല അവിടെ ആരും പ്രശ്നം ഉണ്ടാക്കാനല്ല, ഭിന്നിപ്പുണ്ടാക്കാനല്ല, അനൈക്യമുണ്ടാക്കാനല്ല, ഛിദ്രതയുണ്ടാക്കാനല്ല. നമ്മൾ ആ വഴിയെ പിന്തുടരുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് നിങ്ങൾ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ നാളത്തേക്കുള്ള വലിയ അമലാക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഇങ്ങനൊരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവിടേക്ക് നല്ല മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആരൊക്കെ ഏതൊക്കെ നിലയ്ക്ക് ഈ സംരംഭമായി സഹകരിച്ചുവോ സഹായിച്ചുവോ അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. നാട്ടിലുള്ളവരുണ്ട് റബ്ബേ, മറുനാടുകളിലുണ്ട്, വിദേശത്തുള്ളവരുണ്ട് റബ്ബേ, അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ പുണ്യ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാരഥന്മാരായ നിന്റെ സാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. ഈ പ്രതിസന്ധി ഘട്ടത്തിനും പ്രയാസഘട്ടത്തിനും ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്ന എൻ്റെ പ്രിയപ്പെട്ട ചുക്ലിയിലെ നല്ലവരായ സഹോദരന്മാർ, അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അവരുടെ നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ കുത്തുബി തങ്ങളുടെ മകൾ ആസിയ എന്നിവർ അല്പസമയം മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അഭിമന്യരായ മഹാനായ മർഹൂം തങ്ങൾ ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സജീവ പ്രവർത്തകൻ നവാസ് എന്ന് പറയുന്ന സഹോദരൻ, അവരുടെ ഉമ്മയുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആരോഗ്യത്തോടെ നിന്റെ താഴത്തിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ.
അല്ലാഹുവേ മരണം ഖൈറാകുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ അഭിമന്യരായ പണ്ഡിതന്മാരിൽ പലരും രോഗികളാണ്, പ്രത്യേകിച്ച് TS ഉസ്താദ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ആരോഗ്യത്തോടെ നിന്റെ താഴത്തിനായി ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാ. മരണം എപ്പോഴാണോ ഖൈറെങ്കിൽ ഈമാനോടുകൂടെ ഞങ്ങളെയും അവരെയും മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ പുണ്യ ശഅബാനിലാണ് ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങൾ നീട്ടിയിരിക്കുന്നത്. ധാരാളം ബറക്കത്തുകൾ ചൊരിയുന്ന ഈ പുണ്യമാസത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, എല്ലാവരുടെയും ജോലികളിലും കച്ചവടങ്ങളിലും വീടുകളിലും വാഹനങ്ങളിലും ഞങ്ങളുടെ വിജ്ഞാനങ്ങളിലും അധ്യാപനങ്ങളിലും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയതിലും നൽകാൻ പോകുന്നതിലും എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ധാരാളം ബറക്കത്ത് ചൊരിയണേ അല്ലാ. പുണ്യ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പുണ്യ റമദാനിൽ ധാരാളം നന്മ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഭക്ഷണം തയ്യാറാക്കിയ വീട്ടുകാർ, അവർക്ക് നീ എല്ലാവിധ ഖൈറിന്റെ വഴികളും തുറന്നു കൊടുക്കണേ അല്ലാ. അവിടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ സ്ഥാപനങ്ങൾ, ഞങ്ങളെ സംവിധാനങ്ങൾ, ഞങ്ങളെ പ്രസ്ഥാനം എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാം നീ വിജയിപ്പിക്കണേ റബ്ബേ. അതിനൊക്കെ ഖൈറായ വഴിയിലൂടെ കൊണ്ടുപോകാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഉമ്മത്തിന്റെ ഇടയിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. ഒരു ഭിന്നിപ്പ് നീ നൽകല്ല റബ്ബേ. അല്ലാഹുവേ സ്നേഹം നൽകണേ അല്ലാ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം പരിഹരിച്ചൊറ്റക്കെട്ടായി അല്ലാഹുവേ വിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ മരിക്കുവോളം സുന്നത്ത് ജമാഅത്തിന്റെ കാവൽപടന്മാരായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബിദ്അത്തിനോട് അല്പം പോലും മഹബ്ബത്ത് ഞങ്ങളെ മനസ്സിലിട്ട് തരല്ല റബ്ബേ. ആഖിബത്ത് മോശമായി പോകുന്ന പണിയാണ് ബിദ്അത്ത്, ഞങ്ങളതിൽ പെടുത്തല്ല റബ്ബേ. ബിദ്അത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കള്, ശിഷ്യന്മാർ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിൻ്റെ പരിശുദ്ധ മദീനയിൽ ചെല്ലാനും പുണ്യനബിയോടൊന്ന് നേരിട്ട് സലാത്ത് സലാം ചെല്ലാനും ഭാഗ്യം നൽകണേ അല്ലാ. മക്കത്തുൽ മുക്കറമയിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ വർദ്ധിച്ചൊരു കാലഘട്ടമാണ് അല്ലാ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. എപ്പോഴാണോ മരിക്കൽ ഖൈറെങ്കിൽ നല്ലൊരു മാസത്തിലായി, നല്ലൊരു ദിവസത്തിലായി, നല്ലൊരു സമയത്തിലായി, നല്ലൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നാളെ മഹ്ശറയിൽ സൂര്യൻ ചൂട് തുപ്പുന്ന സമയത്ത് ദാഹിച്ചവശരായി മുത്തലിബിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാരിക്കോരി കൊടുക്കുമ്പോ പുത്തനാശയക്കാരാർത്തിയോടെ വരുമ്പോ പോടാ സ്വഹ്കൻ സ്വഹ്കാ, നിനക്ക് വെള്ളമില്ലടാ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുമ്പോൾ അല്ലാഹുവേ അത്തരക്കാരിൽ, വിദേഹത്തുകാരിൽ, പുത്തൻ പ്രസ്ഥാനക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ, ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അവിടുന്ന് ഷഫാഅത്ത് ചെയ്യുന്ന അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തുലാസ് ഭാരമുള്ളവരാക്കണേ അല്ലാ. സിറാത്തിലൂടെ കടന്നു പോകുമ്പോ എത്രയോ ആളുകൾ നരകത്തിലേക്ക് വഴുതി വീഴുമ്പോ ഞങ്ങൾ ഹബീബ് സിറാത്തിന്റെ അരികിൽ വന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ. അവിടുന്ന് ഷഫാഅത്ത് ചെയ്യുമ്പോൾ പുത്തനാശയക്കാരെ മാറ്റി നിർത്തുമത്രേ, അവർക്ക് ഷഫാഅത്ത് ചെയ്യില്ലത്രേ. അല്ലാഹുവേ അതിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. അവിടുന്ന് ഷഫാഅത്ത് ചെയ്തുകൊണ്ട് സിറാത്തിലൂടെ ഇടിവിൻ്റെ വേഗതയിൽ വിട്ടുകിടക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ.
അറിയാതെ വല്ല വിഷയം വന്നു വരുമ്പോൾ പടച്ചവനെ ആരോടെങ്കിലും വിദ്വേഷം കൊണ്ട് എന്തിൻ്റെയെങ്കിലും പേരിലൊക്കെ പുത്തൻ പ്രസ്ഥാനത്തിലേക്ക് ചേരുന്നൊരവസ്ഥ ഒരു കാലത്തും വരുത്തല്ല അല്ലാ. നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആന നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പരീക്ഷാ കാലഘട്ടമാണ്. അനുവദിക്കപ്പെട്ട സമയം ദീർഘിച്ചു. സദസ്സിന്